ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എഡ്മണ്ട് സ്പെൻസറിനെ കുറിച്ചാണ്. ഡീറ്റെയിൽ ഹാൻഡ് റിട്ടൺ നോട്ട് കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ളൊരു അത്യാവശ്യം നല്ല നോട്ട്സാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എഡ്മണ്ട് സ്പെൻസറിനെ കുറിച്ച്. ജോൺ സ്പെൻസറിൻ്റെയും എലിസബത്ത് സ്പെൻസറിൻ്റെയും മകനായി 1552 ലണ്ടനിലെ ഈസ്റ്റ് സ്മിത്ത് ഫീൽഡിലാണ് എഡ്മണ്ട് സ്പെൻസർ ജനിക്കുന്നത്. സാറ സ്പെൻസർ എന്നൊരു സിസ്റ്ററും ഒരു ബ്രദറും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂത്ത രണ്ട് മക്കളെയും വലിയ രീതിയിൽ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എഡ്മണ്ട് സ്പെൻസർ ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് സ്കോളർഷിപ്പിലൂടെയും മറ്റും ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിച്ചു. 1576 കാംബ്രിഡ്ജിൽ നിന്നും MA ഡിഗ്രി അദ്ദേഹം നേടി. കാംബ്രിഡ്ജിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു ഗബ്രിയൽ ഹാർവേ. ഇനി അദ്ദേഹത്തിൻ്റെ കരിയറിനെ കുറിച്ച് നോക്കാം. സുഹൃത്തായ ഗബ്രിയൽ ഹാർവേയുടെ ഉപദേശപ്രകാരം സ്പെൻസർ ലണ്ടനിലേക്ക് പോവുകയും അവിടെ ഏൾ ഓഫ് ലൈസെസ്റ്റർ, സർ ഫിലിപ്പ് സിഡ്നി തുടങ്ങിയവരെ പരിചയപ്പെടുകയും ചെയ്യുന്നു. സിഡ്നിയുടെ സഹായത്താൽ സ്പെൻസറിന് ലോർഡ് ഗ്രേഡി വിൽട്ടൻ്റെ സെക്രട്ടറിയായി ജോലി ലഭിക്കുന്നു. അങ്ങനെ ലോർഡ് ഗ്രേയോടൊപ്പം അയർലൻഡിലേക്ക് പോവുകയും ബാക്കി ജീവിതം അയർലൻഡിലെ കിൽകോൾമൻ കാസിലിൽ ചിലവഴിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് മാരേജ് നോക്കാം. 1579 മക്കാബിയൻ ചൈൽഡ് എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നു. അവർ 1594 മരണപ്പെടുകയും അതേ വർഷം തന്നെ സ്പെൻസർ എലിസബത്ത് ബോയിലിനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് പോയട്രിയുടെ റിഫോർമേഷന് വേണ്ടി സ്പെൻസർ, ഹാർവേ, സിഡ്നി എന്നിവർ ചേർന്ന് ആരിയോപേഗസ് എന്നൊരു ക്ലബ്ബ് രൂപീകരിച്ചിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. ഇനി അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അയർലൻഡിൽ റിവോൾട്ട് നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട് അഗ്നിക്കിരയാവുകയും സ്പെൻസർ, എലിസബത്ത്, അവരുടെ കുട്ടികൾ ഇവരെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. ഈ ഒരു ഇൻസിഡൻറ്റിൽ സ്പെൻസറിന് തൻ്റെ ഒരു കുഞ്ഞിനെയും ഫെയറി ക്വീൻ എന്ന ഗ്രേറ്റസ്റ്റ് എപ്പിക്കിൻ്റെ പല ഭാഗങ്ങളും നഷ്ടമായി എന്നും പറയപ്പെടുന്നുണ്ട്. അയർലൻഡിൽ നിന്നും രക്ഷപ്പെട്ടവർ ലണ്ടനിലെത്തുകയും 1599 അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലെ പോയറ്റ്സ് കോർണറിൽ തൻ്റെ മാസ്റ്ററായ ചോസറിനടുത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബെൻ ജോൺസൻ്റെ ഒരു കോട്ടാണ് സ്പെൻസറിനെ കുറിച്ചിട്ട്. പട്ടിണിയാണ് സ്പെൻസറിൻ്റെ മരണകാരണം എന്നാണ് ആ കോട്ടിൽ പറയുന്നത്. അപ്പോൾ ഒരുപാട് വ്യക്തികൾ സ്പെൻസറിനെ കുറിച്ച് പ്രൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ദ പോയറ്റ്സ് പോയറ്റ് ബൈ ചാൾസ് ലാംബ്. ദ ചൈൽഡ് ഓഫ് റെനിസാൻസ് ആൻഡ് റിഫോർമേഷൻ ബൈ റിക്കറ്റ്. Shakespeare himself might not have achieved so much if Spenser had not lived and laboured by Dryden. The first salaried moralist by W.B. Yeats. Our sage and serious poet Milton. My Master Spenser by Thomson. The embodiment of nobility, purity and sweetness by Wordsworth. A mistress whose faults we see but love her with them all by Alexander Pope. Sweet Spenser moving through his clouded heaven by Wordsworth. The Prince of Poets, Mullah's Bard, the Rubens of English poetry. It is Spenser's idealism, his love of beauty and his exquisite melody which have caused him to be known as the poet's poet by Long. No man was ever born with a greater genius or had more knowledge to support it. Dryden. I think that if he had not been a great poet, he would be a great painter by Leigh Hunt. ഇത്രയാണ് സ്പെൻസറിനെ കുറിച്ച് മറ്റ് പോയറ്റ്സ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. ഇനി നെക്സ്റ്റ് സ്പെൻസറിൻ്റെ 2 മേജർ കോൺട്രിബ്യൂഷനാണ് സ്പെൻസീരിയൻ സോണറ്റ്, അതുപോലെ തന്നെ സ്പെൻസീരിയൻ സ്റ്റാൻസ. ആദ്യം നമുക്ക് സ്പെൻസീരിയൻ സോണറ്റ് നോക്കാം. സ്പെൻസീരിയൻ സോണറ്റിൻ്റെ പ്രത്യേകത ഇതിൽ 3 ഇൻ്റർലോക്ഡ്
ക്വാട്രെയിൻസും അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു കപ്ലറ്റുമാണുള്ളത്. റൈം സ്കീം എ ബി എ ബി ബി സി ബി സി സി ഡി സി ഡി ഇ ഇ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എ ബി ഫസ്റ്റ് ക്വാട്രെയിൻ, ബി സി സെക്കൻഡ് വൺ, സി ഡി തേർഡ് വൺ ആൻഡ് ഇ ദ ഫൈനൽ കപ്ലറ്റ്സ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ എ ബി ബി സി രണ്ട് ബി അവിടെ ഒരുമിച്ച് വരുന്നുണ്ട്, അതാണ് ഇൻ്റർലോക്ക്ഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബി സി സി ഡി രണ്ട് സി അവിടെ ഒരുമിച്ച് വരുന്നുണ്ട്, അതാണ് ഇൻ്റർലോക്ക്ഡ്. അപ്പോൾ ഇത്രയാണ് സ്പെൻസീരിയൻ സോണറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്പെൻസീരിയൻ സ്റ്റാൻസ എന്താണെന്ന് നോക്കാം. ഫെയറി ക്വീൻ എന്ന വർക്കിന് വേണ്ടി അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തതാണ് ഈ ഒരു സ്റ്റാൻസ ഫോം. ഓരോ സ്റ്റാൻസയിലും 9 വരികളാണ് ഉള്ളത്. അതിൽ 8 വരികൾ അയാംബിക് പെൻറ്റാമീറ്ററിലും 9ാമത്തെ വരി അയാംബിക് ഹെക്സാമീറ്ററിലുമാണ്. ഈ അയാംബിക് ഹെക്സാമീറ്ററിൻ്റെ മറ്റൊരു പേരാണ് അലക്സാൻഡ്രൈൻ. ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി ബി സി സി. സ്പെൻസീരിയൻ സ്റ്റാൻസ മറ്റ് പല പോയറ്റ്സും തങ്ങളുടെ വർക്ക്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഒന്നാമത്തെ റോബർട്ട് സദേ ഇൻ ഹിസ് പോയം എ ടെയിൽ ഓഫ് പരാഗ്വേ. നെക്സ്റ്റ് ലോർഡ് ബൈറൺ ചൈൽഡ് ഹാരൽഡ്സ് പിൽഗ്രിമേജ്. ജോൺ കീറ്റ്സ് ദ ഈവ് ഓഫ് സെൻറ്റ് ഏഗ്നസ്. Next Shelley the revolt of Islam and Adonis. Next Robert Burns the Cotter's Saturday Night. Next Wordsworth the female vagrant. Next Tennyson the Lotus Eaters. ഈ ഫീമെയിൽ വാഗ്രൻ്റ് എന്നുള്ളത് ലിറിക്കൽ ബാലഡിലെ വൺ ഓഫ് ദ കളക്ഷൻ ആണ്. അപ്പം ഇതാണ് സ്പെൻസീരിയൻ സ്റ്റാൻസ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഏതൊക്കെ ഇനി മേജർ വർക്ക്സ് ആണ് നമുക്ക് പറയാനുള്ളത്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു ഫോർ ലിസണിങ്.